ഗ്രാമത്തിലെ ഒരു പ്രധാന സ്കൂളായിരുന്നു. മുമ്പ് 400ഓളം കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂൾ താഴെ വീണിട്ട് 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ കുട്ടികൾ അറിയില്ല. വർഷങ്ങൾക്ക് മുമ്പേ 2 അധ്യാപകർ വെച്ചാണ് സ്കൂൾ തുടങ്ങിയത്. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ഒരു അധ്യാപകർ റിട്ടയർ ആവുകയും പുതിയ നിയമനങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്തതോടെ 400 കുട്ടികൾക്കും കൂടെ ഒറ്റ അധ്യാപകനായി. പ്രധാനാധ്യാപകൻ, ക്ലീനിങ്, കുക്ക് എല്ലാം അവർ തന്നെ. 2 വർഷം മുമ്പ് അവരും വിരമിച്ചതോടെ സ്കൂളിൻ്റെ പ്രവർത്തനം സ്തംഭിച്ചു. ഫലം, വർഷങ്ങളോളം ഒരു ഗ്രാമത്തിന് വിദ്യാഭ്യാസം നൽകിയ স্কুল പൂർണ്ണമായും അടച്ചുപൂട്ടി. এই স্কুল বহুত দিন থেকে বন্ধ, ঠিক আছে, বন্ধ আছে। তার মধ্যে 2টা টিচার ছিল, একটা হচ্ছে রিটায়ার হয়ে গেছে। এখন তো স্কুল তো বন্ধ, স্কুল তো আর চলে না। হ্যাঁ, ওর মাস্টার টাস্টার কেউ আসে না। হ্যাঁ, এখন সবগুলো ফাঁকা পড়ে আছে. ബ്ലോക്ക് ഓഫീസറുടെ നേതൃത്വത്തിൽ തൊയ്ബയുമായി ചേർന്ന് പുനഃപ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചെങ്കിലും പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ ചരടുവലികൾ വിലങ്ങായി. പഠനം പാതി വഴിയിലായ ആ മക്കളെ ഇന്ന് നിങ്ങൾക്ക് വയലിൽ കാലികളുടെ കൂടെ കാണാം, വഴിയരികിലെ ചായക്കടകളിലും കാണാം. വർഷം 2025 കഴിഞ്ഞിട്ടും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഇപ്പോഴും ശുഭകരമല്ലാത്ത വാർത്തകൾ കേൾക്കുന്നത് ഇതുകൊണ്ടാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് മത, സാമൂഹിക, സാംസ്കാരിക സംഘടനകളുടെ മഹത്തായ ഇടപെടലുകളാണ്. ഗ്രാമങ്ങളിൽ നിന്നുള്ള പ്രതികൂലമായ സാഹചര്യത്തിലും അറിവിൻ്റെ വിത്തുപാകി വിദ്യാസമ്പന്നരായ സമൂഹത്തെ നിർമ്മിക്കുകയാണ് തൊയ്ബ. ഇവിടെയും ശോഭനമായ ഇന്ത്യയെ നമുക്ക് സ്വപ്നം കാണാം.